പറഞ്ഞതാണ്, അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്ന് എനിക്ക് നീതി നേടി തന്നു എന്നുള്ള കാര്യം ഞാനത് പറഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു. ഇനി അത് കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യം, അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ ഉത്തരവ് എന്ത് തന്നെ ആയാലും എനിക്കതിൽ മറുത്തൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും. അഭിഭാഷക സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് അപ്പോൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെയാണല്ലോ. ഞാൻ എൻ്റെ പരാതി എന്നെ അടിച്ചു, എൻ്റെ പരാതിയൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ കോടതിയുടെ മുന്നിലുള്ള കാര്യം നടക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം, എന്നെ അടിച്ചു എന്നുള്ളത് നടന്ന കാര്യമാണ്. അടിച്ച ആൾക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ള കാര്യമാണ്. അതിൽ ഇനിയൊരു മാറ്റം ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ തന്നെയാണ്, എൻ്റെ നിലപാട് എന്താണോ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രാക്ടീസിന് പോകുമെന്ന് തന്നെ. എന്ന് പോകുമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ ഉറപ്പായിട്ടും ഇനിയും മഞ്ചൂർ കോടതിയിൽ തന്നെ പ്രാക്ടീസിന് പോകും. രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. സീനിയർ എന്ന നിലയിൽ ഉണ്ടായപ്പോൾ ഒരു പ്രശ്നമാണെന്നുള്ളതാണ് ഇന്നലെ വാദം വന്നത് ജാമ്യാപേക്ഷയുടെ ഇടയ്ക്ക്. അങ്ങനെയാണോ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ സ്റ്റോറി വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി ഡിഫൻസ് അത് കോടതി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയേണ്ട കാര്യമില്ല. കോടതിയിൽ അവർക്ക് എന്ത് ഡിഫൻസ്, ഇപ്പോൾ ഒരു പ്രതിയെ ഒരാൾ കുത്തിക്കൊന്നാലും ആ കുത്തിക്കൊന്ന ആൾക്കും പറയാൻ ഡിഫൻസ് ഉണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് മാനിക്കുന്നു. അവരെന്ത് ഡിഫൻസ് വേണോ അതിലെടുത്തോട്ടെ. അതിലൊന്നും എനിക്ക് യാതൊരു കാര്യവുമില്ല. എൻ്റെ ഭാഗം എന്ത് എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പരാതിയിലും മീഡിയയിലും മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് കൂടുതലൊന്നുമില്ല.